ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളെ മാർക്കറ്റ് ഓഫാണ്, മറ്റന്നാളത്തേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, അതോടൊപ്പം കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,504 194 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,544 660 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 31,771 979 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,310, ഇന്നത്തെ ഓപ്പണിംഗ് 14,364, സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. Day high went up to 14,528, day low was 14,274. And ഇന്ന് നിഫ്റ്റിയിൽ ഷൈൻ ചെയ്ത സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, HDFC അഗെയിൻ, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർ, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകൾ. ആൻഡ് ഇന്ന് കുറച്ച് ഡ്രാഗ് ചെയ്യിച്ച സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ TCS, ഇൻഫോസിസ്, നെസ്ലെ, HCL ടെക്, അദാനി പോർട്സ്, എക്സെട്ര. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 30,792 ആൻഡ് ടുഡേസ് ഓപ്പണിംഗ് 30,901. ഒരു കുഴപ്പമില്ലാത്തൊരു ഗ്യാപ്പോട് കൂടിയിട്ടായിരുന്നു ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 31,885, ഡേ ലോ വാസ് 30,722. 979 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 31,771 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് എല്ലാവരും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. FIs ആൻഡ് DIs ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് FIസിൻ്റെ ഭാഗത്തു നിന്ന് 730 crores ഒരു സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് 243 crores ഒരു ബൈങ്ങും. ആൻഡ് ഇന്ത്യാവിക്സ് ഇന്ന് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് 11%, വിച്ച് ഈസ് 22.99 നിന്ന് 20.46 ലെവലിലേക്ക്. ഫ്രണ്ട്സ്, ഇന്നത്തെ റാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റാലി വാസ് ലെഡ് ഇൻ പാർട്ട് ബൈ ഷോർട്ട് കവറിങ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ട്. ആൻഡ് വാല്യൂ എന്താ പറയുക, ഒരു ഡിപ്പ് ഓൺ ബൈയിങ് ആ ഒരു സ്ട്രാറ്റജിയും യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് കുറച്ചൊക്കെ കരകയറാൻ കഴിഞ്ഞു ഇന്നലത്തെ സ്റ്റീപ്പ് ഫോളിന് ശേഷം. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഒരു നാളെ ഇപ്പോൾ അംബേദ്കർ ജയന്തിയാണ്, അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റ് ഓഫാണ്. ആൻഡ് മറ്റന്നാൾ ഇഫ് ദർ ഈസ് എന്താ പറയുക, കോവിഡിനെ കുറിച്ചിട്ടുള്ള മാരകമായിട്ടുള്ള പേടിപ്പിക്കുന്ന ന്യൂസുകളൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് ക്യാൻ ഗിവ് അഗെയിൻ എ ഗുഡ് റാലി. ലെറ്റ്സ് സീ. നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ 100-day EMA ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 14,250 to 14,300 ആ ഒരു ലെവലിലാണ്. ടു ബി പ്രിസൈസ് 14,280 ആ ഒരു ലെവലിലാണ്. ഇഫ് അങ്ങനെ അതൊരു ബ്രീച്ച് നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫർദർ മൂവ് 13,900 ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ 14,280 or 300, that means 14,300 അല്ലെങ്കിൽ 14,280 ഓക്കെ, അതൊരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം റെസിസ്റ്റൻസ് 14,600 നെക്സ്റ്റ് ഈസ് 14,650 ആ ഒരു സോണാണ്. ആൻഡ് വൺസ് അഗെയിൻ 14,300 ആൻഡ് 14,280 അത് ബ്രീച്ച് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ഷോർട്ട്. അത് മാർക്കറ്റിൻ്റെ ഒരു 20-30 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റിന് വിലയിരുത്തിയതിന് ശേഷം മാത്രം. ഓക്കെ, 280 അങ്ങോട്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി 279 275 പോയിട്ട് ഷോർട്ട് ചെയ്യാനല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ 240 അപ് ടു 240. ഓക്കെ, സോ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ചാൻസ്. ഫ്രണ്ട്സ്, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് അബവ് 31,500 ലെവൽസ്. ആൻഡ് ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 31,000 ആണ്. സെക്കൻഡ് ഈസ് 30,500. അതേസമയം റെസിസ്റ്റൻസ് 32,250. സെക്കൻഡ് ഈസ് 32,750 പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം
പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്ന 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 15,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500 സ്ട്രൈക്കിലുമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,900-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,800-ലും. അതേസമയം പുട്ട് റേറ്റിംഗ് കുറച്ചൊക്കെ കാണാൻ കഴിയുന്ന 14,700-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500-ലും. ആൻഡ് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച്, ഒരു വൈഡ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 14,000 to 14,800 ലെവൽസാണ് കാണാൻ കഴിയുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ പോസിറ്റീവ് സെറ്റപ്പ് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ സെയിൽ, ജിൻഡാൽ സ്റ്റീൽ, മദേഴ്സ് ആൻഡ് സോമി, മാരുതി സുസുക്കി, ഗെയിൽ ഇന്ത്യ, ONGC, JSW സ്റ്റീൽ, HDFC, ഹിൻഡാൽകോ, മാരികോം, ICICI Prudential, ഗ്ലെൻമാർക്ക്, NMDC, ടാറ്റ സ്റ്റീൽ, മാക്സ് ഫിനാൻഷ്യൽ, ഭാരതി എയർടെൽ, റിലയൻസ്, അങ്ങനെ ഒത്തിരി. അതേസമയം വീക്ക്നെസ് കാണാൻ കഴിയുന്നത് മൈൻഡ് ട്രീ, TCS, വിപ്രോ, കോൾഗേറ്റ് ആൻഡ് പാമോലിവ്, ടൊറൻറ്റ് പവർ, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകൾ. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ, അതായത് മറ്റന്നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്കുകൾ. ഫസ്റ്റ് വൺ, ഇൻ്റർ ഗ്ലോബ് ഏവിയേഷൻ, TCS, ഇന്ത്യൻ ഹോട്ടൽസ്, ഡോക്ടർ റെഡ്ഡി, ടൈറ്റൻ കമ്പനി, റിലയൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് ആൻഡ് ടാറ്റ സ്റ്റീൽ. ആൻഡ് ഫ്രണ്ട്സ്, അഗ്രി സെക്ടർ, ഇനി വരും ദിവസങ്ങളിൽ അഗ്രി സെക്ടർ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്തോളൂ. ലൈക്ക് ലൂപ്പിൻ, UPL, അങ്ങനെ ഒത്തിരി കമ്പനീസ് ഉണ്ട് അഗ്രികൾച്ചർ അഗ്രി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ന്യൂസാണ് ഇന്ന് അനൗൺസ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് മൺസൂൺസ് ഗോയിങ് ടു ഒരു എബവ് ആവറേജ് നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് ഒരു പ്രഡിക്ഷൻ വന്നിട്ടുള്ളത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന്. സോ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പോസിറ്റീവ് ന്യൂസാണ്. സോ ഒരു അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. ആൻഡ് ഇപ്പോൾ ഞാൻ തന്നിട്ടുള്ള സ്റ്റോക്സുകളെല്ലാം മറ്റന്നാളത്തേക്കുള്ള സ്റ്റോക്കുകളെല്ലാം ഒരു ഇൻഡെക്സ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ബിക്കോസ് മാർക്കറ്റിൽ സ്റ്റിൽ മാർക്കറ്റ് ഒരു അൺസർട്ടനിറ്റിയിൽ തന്നെയാണ്. ഇന്നതൊരു മൂമെൻറ്റ് നമ്മൾ നോക്കിയിട്ട് ആഹ്ലാദിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് ഈസ് വില്ലൻ ഓൾവേസ്. സോ ഇനിയിപ്പോൾ നാളെ ആൻഡ് മറ്റന്നാൾ കാലത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചിട്ടുള്ള നല്ല ന്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ അതനുസരിച്ചിട്ട് ഷോർട്ടിന് പോവുക. ആൻഡ് ഇമ്മീഡിയറ്റ് ഷോർട്ടോ ഒരു ബൈ എടുക്കാണ്ട് കുറച്ച് നേരം വാച്ച് ചെയ്തതിന് ശേഷം, അതായത് ഒരു 10 മണിക്ക് ശേഷം മാത്രം എൻ്റർ ആവാൻ ശ്രമിക്കാം. ഓർ സ്കാൽപ്പേഴ്സൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളുടെ അഡ്വൈസ് അവർക്ക് ആവശ്യമില്ല, ദേ ആർ എക്സ്പേർട്സ്. ബട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഇത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂ. മൈ വ്യൂ may get wrong. Don't follow it blindly. Consult a financial advisor before you enter the market. And don't forget to subscribe my channel, hit the like button, share it. Money and daily cholo ting ting. Happy trading. Take care. Good night.